BJP പ്രതിനിധി ശ്രീ PR ശിവശങ്കർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PR ശിവശങ്കർ, BJPയെ സംബന്ധിച്ച് വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ നിരന്തരമായ വോട്ടുചോരി പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ, അതിനിടയിൽ ഈ LJPക്ക് രാംവിലാസ് പാസ്വാൻ ഇത്രയധികം അദ്ദേഹത്തിൻ്റെ മകനെ ചിരാഗ് പാസ്വാൻ ഇത്രയധികം സീറ്റുകൾ കൊടുക്കണമെന്ന് JDUവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ഒരു അമർഷവും അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോദിയുടെ കൃത്യമായ ഒരു താല്പര്യമുണ്ടായിരുന്നു ചിരാഗ് പാസ്വാനെ ഒരു പ്രധാനപ്പെട്ട നേതാവാക്കി വളർത്തുന്നതിൽ. അത് ആ തീരുമാനം ശരിയായിരുന്നു എന്നുകൂടിയാണ്. ഇപ്പോൾ വേണമെങ്കിൽ നിതീഷ് ഇല്ലാതെ പോലും ഒരു സർക്കാർ ഉണ്ടാക്കാൻ അങ്ങനെ ഒരു സാഹചര്യമില്ല എങ്കിൽ പോലും അത്രയും ഒരു വലിയ അടിത്തറ BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പ്. ഞാനിപ്പോൾ ഈ മലയാളം ചാനലുകൾ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെ നിതീഷിനെ ഒഴിവാക്കി ബീഹാറിൽ ഒരു സഖ്യമുണ്ടാക്കാമെന്നുള്ള BJPയുടെ ഒരു കരുത്ത് കൂടി എന്ന് പറഞ്ഞോളൂ. ഏതായാലും സന്തോഷം. അല്ല, BJPക്ക് ഒറ്റയ്ക്ക് ഒരു നല്ല കാര്യമല്ല. BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയും, മറ്റാരുടെയും സഹായം വേണ്ട എന്നുള്ളതാണ് പറഞ്ഞത്. അല്ല, സഖ്യകക്ഷികളെ തിന്നുന്നവരാണ് BJP എന്നുള്ള ഒരു ആരോപണവും ഈ കുറേ നാൾ മുമ്പ് വരെ ഞാൻ ചാനലിരുന്ന് ഇപ്പോൾ എന്താ പറയുക, ദിലീഷിനും ആര്യയ്ക്കുമൊക്കെ അറിയാം, നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ സഖ്യകക്ഷികളെ കൂടെ നിർത്തുകയും അവരെ വളർത്തുകയും ഇപ്പോൾ പസ്വാൻ്റെ മകനെയായാലും ചിരാഗിനെയായാലും എല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യമാണ്. ഞങ്ങളുടെ ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും സംഘടനാപരമായി അത് കേരളത്തിൽ ഈ മെസ്സേജ് എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ. അത് കാരണം ഒരു സംശയവുമില്ല, കൂട്ടാളികളെ വിഴുങ്ങുന്നവരല്ല. അത് CPIക്കും ഒന്നുമുള്ള അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടി കേരള കോൺഗ്രസ് മാണിക്കൊന്നും പറ്റിയ പോലെയുള്ള ഒരു ഉപദ്രവവും ഞങ്ങളുടെ കൂടെ എന്നാൽ ഉണ്ടാവില്ല എന്ന് തെളിയിക്കുന്ന റിസൾട്ടായിരിക്കും. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി നിതീഷ് തന്നെയായിരിക്കും എന്ന് ആദ്യമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സത്യസന്ധമായി പറഞ്ഞാൽ കേരളത്തിലെ ചാനലുകളെങ്കിലും BJPയുടെ പ്രവർത്തന രീതി പഠിക്കണം. ഇത് ഹാർഡ് വർക്കിൻ്റെ വിജയമാണ്. ഹാർഡ് വർക്കിൻ്റെ വിജയം എന്ന് വെച്ചാൽ, ഞാൻ സമയം എനിക്കില്ലാത്ത കാരണം ഞാൻ വളരെ രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയാം. അമിത്ഷാ മാത്രം നടത്തിയത് ഏതാണ്ട് 43 റാലികളാണ്. 38 ജില്ലകളാണുള്ളത്. 43 റാലി നടത്തി പ്രസംഗിക്കുക മാത്രമല്ല, അതിനുശേഷം അവിടെ ജില്ലാ പ്രവർത്തക യോഗം വിളിച്ച് അവിടെ കാര്യകർത്താക്കളുടെ, ജില്ലാ നേതാക്കളുടെ മാത്രമല്ല 100ഉം 200ഉം കണക്കിന് നേതാക്കളുടെ യോഗം വിളിച്ച് അവരോട് ഡീറ്റെയിൽഡ് പ്ലാനിങ് നടത്തിയിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാൻഡ് എലക്ഷൻ ആയിരുന്നു ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത്ര കൃത്യതയോടെയാണ്. നരേന്ദ്രമോദിയും 12 റാലികളാണ് നിശ്ചയിച്ചിരുന്നത്, അത് 14 റാലിയാക്കി. ഇത്തരത്തിൽ അത് സമസ്തിപൂരിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാം സമസ്തിപൂർ എത്രത്തോളം വളരെ വേദനാജനകമായ അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ സ്ഥലമെന്ന് ഞാൻ പറയാതെ തന്നെ എന്നെ കേൾക്കുന്നവർക്കറിയാം. അത്തരത്തിൽ ഓരോ ജില്ലയും കൃത്യമായി സൂക്ഷ്മമായ പരിശോധനയോടെ ആരെയാണ് അവിടെ കൊണ്ടുവരേണ്ടതെന്നും ഇത്തരം റാലികൾ 200 റാലികളാണ് ഞങ്ങളുടെ നേതാക്കൾ നടത്തിയത്. ഞാൻ പറഞ്ഞു വരുന്നത് വി ഡൺ ദ ഹാർഡ് വർക്ക്. സെക്കൻഡ് തിങ്, ഇതുവരെ ബീഹാർ പൊളിറ്റിക്സിനെ നമ്മളെല്ലാവരും തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ചൊക്കെ ശരിയായ രീതിയിൽ ഒരു കാസ്റ്റ് ബേസ്ഡ് പൊളിറ്റിക്സിൻ്റെ ഒരു എന്താ പറയുക പ്ലേ ഗ്രൗണ്ടായിട്ടാണ് കണ്ടിരുന്നത്. അവിടെ നിന്ന് മാറ്റിയിട്ട് ഇറ്റ് ഈസ് നോട്ട് എ കാസ്റ്റ്. ഇപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇറ്റ്സ് എ വുമൺ സെൻട്രിക് ഓർ യൂത്ത് സെൻട്രിക് പൊളിറ്റിക്സിലേക്ക് മാറിയിരിക്കുന്നു. MY മഹിളാ യൂത്ത് എന്ന് മാറിയിരിക്കുന്നു. അതും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ യുവാക്കളും സ്ത്രീകൾക്കും കുറച്ചുകൂടി സേഫ്റ്റി കിട്ടിയിരിക്കുന്നു. വികസനത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. അവർക്ക് യാദവ്, മുസ്ലിം, EBC അല്ലെങ്കിൽ കുർമി അത്തരത്തിലുള്ള ജാതി സംവരണങ്ങൾക്കപ്പുറം ഈ രാജ്യവും സംസ്ഥാനവും വളരണമെന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ആ പ്രതീക്ഷ അത് നൽകുന്നതിൽ ഒരു പക്ഷേ ഏറ്റവും വിജയിച്ച ഒരു കാലഘട്ടം അത് നിതീഷിൻ്റെ കാലഘട്ടമായിരുന്നു, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കാലഘട്ടമായിരുന്നു. അമിത്ഷാ നൽകിയ ആ വിശ്വാസവും ഉറപ്പും ജനങ്ങളടുത്തുണ്ടായിരുന്നു. ഇത് പറയാൻ നിങ്ങൾ മടിക്കരുത്. അത് ഇപ്പോൾ മറ്റുള്ള പല ഇംഗ്ലീഷ് ചാനലും പറഞ്ഞിരുന്നു, നൗ ദ വുമൺസ് ക്യാൻ ട്രാവൽ. രാത്രി 11ഉം 12ഉം മണിക്ക് ബീഹാറിലെ എല്ലാ ഗ്രാമങ്ങളിലൂടെയും ഞാൻ പറയുന്നില്ല, പക്ഷേ ബീഹാറിലെ 20 വർഷം അധികാരത്തിലിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു ഭരണ തുടർച്ച അത് കേട്ടുകേൾവി ഇല്ലാത്തതാണ്. അപ്പോൾ ഈ രീതിയിൽ പോളിംഗ് ശതമാനം ഉയർന്നപ്പോൾ അത് ഭരണവിരുദ്ധ വികാരത്തിൽ സാധാരണ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ അത് ആന്റി ഇൻകംബൻസി ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വ്യാഖ്യാനിക്കാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഭരണ തുടർച്ച വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഈ സ്ത്രീകൾ ആ രീതിയിൽ 7% കൂടുതലാണ്. 5 ലക്ഷത്തിൽ കൂടുതൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ വന്ന് വോട്ട് ചെയ്തു. ആ വോട്ടുകളൊക്കെ NDAക്ക് വന്നു വീണു എന്നുള്ള. അപ്പോൾ ഭരണ തുടർച്ച ആഗ്രഹിച്ചാണ് ആളുകൾ രാവിലെ പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്തത്.
അതെ, തീർച്ചയായിട്ടും. അതിൽ ഈ വെറും പോളിസികൾ മാത്രമല്ല, അത് അവിടെ ഡെവലപ്മെൻറ്റ് കൃത്യമായി നടന്നിട്ടുണ്ട്. ഇപ്പോൾ ആര്യയൊക്കെ അത് പഠിക്കണമെന്ന് എൻ്റെ ആഗ്രഹവും ആവശ്യവും. അവിടെ ട്രാക്ടർ വിൽപ്പനയിലുള്ള സ്ത്രീകൾക്ക് എത്ര ട്രാക്ടർ വിറ്റു എന്നുള്ള കണക്കുകൾ ഈ ഇടയ്ക്ക് വന്നിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ട്രാക്ടർ ഓടിക്കുന്ന സ്ത്രീകൾ അവിടെ മുദ്രാ ലോൺ പ്രകാരവും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഫണ്ടിങ് CSR ഫണ്ടിങ് ഒക്കെ പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 40% ട്രാക്ടറുകൾ മേടിച്ചിട്ടുള്ളത് സ്ത്രീകളാണ്. അവിടെ ധാരാളം ഇത്തരത്തിലുള്ള ട്രാക്ടർ ഓടിക്കുന്ന സ്ത്രീകളെ ട്രാവൽ ചെയ്യുമ്പോൾ കാണാം. നമുക്കൊക്കെ ഞാനൊരു 10-20 വർഷം മുമ്പ് ഗേലൊക്കെ പോയപ്പോൾ ഒരു മിനറൽ വാട്ടർ മേടിക്കാൻ പുറത്തിറക്കുമ്പോൾ ഡബിൾ ബാരൽ ഗണ്ണുമായിട്ട് എൻ്റെ പുറകിലൊക്കെ ആൾക്കാരെ കണ്ടിട്ട് ഞാൻ പേടിച്ച് ഞാൻ യാത്ര മറ്റുള്ള വഴിക്കും അല്ലെങ്കിൽ മാറിയും പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് റോട്ടിൽ ഡബിൾ ബാരൽ ഗണ്ണ് കണ്ടും അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത തോക്കുമായിട്ടൊക്കെ നടക്കുന്ന ആളുകളുടെ എണ്ണം തുച്ഛമാണ്. പാറ്റ്നയിലോ അങ്ങനത്തെ നഗരപ്രദേശങ്ങളിലോ ഇല്ല. അപ്പോൾ സേഫ്റ്റി ഈസ് ദ മെയിൻ ക്യാരക്ടർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം അത് സ്ത്രീകൾക്ക് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നൽകുന്ന ബെനിഫിറ്റ് അത് ഉദ്യോഗസ്ഥരുടെ ഒരു പിൻബലവുമില്ലാതെ, അവരുടെ സപ്പോർട്ടില്ലാതെ, അവരുടെ അഴിമതിയില്ലാതെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ടു ദ വിമൺ, അതും സ്ത്രീകൾക്ക് വളരെ ആശ്വാസമായിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ധാരാളം സ്ത്രീകൾ സ്വന്തം അവർക്ക് തൊഴിലൊന്നും മറ്റത് കിട്ടിയിട്ടില്ല, പക്ഷേ ചില കടകൾ തുറക്കുന്നു, ചെറിയ ചെറിയ സംരംഭങ്ങൾ തുറക്കുന്നു. വുമൺ എന്റർപ്രണർഷിപ്പ് ഹാസ് ബീൻ ഗ്രോൺ. അത് മറ്റു പല നഗരങ്ങളിലേക്ക് മഹിളാ റോസ്ഗാർ യോജന വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ വോട്ടായി മാറിയിട്ടുണ്ട്. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ BJP കുറിച്ച്, NDA സർക്കാരിനെ കുറിച്ച്, നിതീഷ് കുമാറിനെ കുറിച്ച് സംസാരിച്ചു. നമുക്ക് മഹാഗഠബന്ധനെ കുറിച്ച് കൂടി സംസാരിക്കണം. എന്തുകൊണ്ട് ഇത്രയധികം ഇപ്പോൾ 2019 വലിയ രീതിയിൽ BJP ഒരു സുനാമി വേവ് ഉണ്ടായ സമയത്ത് പോലും ഇത്രയധികം തകർന്നടിഞ്ഞിരുന്നില്ല? ഇവിടെ വോട്ട് ചോരിയാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിച്ചത്. അത് ആളുകളിലേക്ക് എത്തിയില്ലേ, അല്ലെങ്കിൽ ആളുകൾ എത്തിയിട്ട് അതിനെ റിജക്ട് ചെയ്തതാണോ? ഇപ്പൊ തേജസ്വി യാദവിന് ഇപ്പം ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും തേജസ്വിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ മഹാഗഠബന്ധന് എവിടെയാണ് പിടിച്ചത്? ഞാൻ പ്രധാനമായിട്ടും കാണുന്നത് 3 കാരണമാണ്. ഒന്ന്, ആ നേതൃത്വത്തിൻ്റെ കഴിവുകേട്, ജനങ്ങളോട് സംവദിക്കാനായിട്ടുള്ള കഴിവുകേട് ഇരു നേതാക്കൾക്കും ഉണ്ടായിരുന്നു. അത് രാഹുൽ ഗാന്ധിക്കായാലും അതുപോലെ തന്നെ ഈ പറയുന്ന ലല്ലുവിൻ്റെ മകൻ തേജസ്വിക്കായാലും. തേജസ്വിയുടെ ബോഡി ലാംഗ്വേജ് ഇന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു അരോചകമായിരുന്നു. യുവാക്കളുടെ ഒരു താരമായി വളരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അറഗൻ്റ് ഒരു ആർഗ്യുമെൻറ്റ് രീതികളും കമ്മ്യൂണിക്കേഷൻ്റെ കുറവ്, അത് നമ്മളുടെ രാഹുൽ ഗാന്ധിക്കായാലും ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ കുറവ് കാര്യമായിട്ട് കണ്ടിരുന്നു. 1. 2, വോട്ട് ചോരി എന്ന് പറയുന്നത് കേരളത്തിലെ ചാനലുകൾ പറഞ്ഞതല്ലാതെ തേജസ്വി പോലും അത് റിപ്പീറ്റ് ചെയ്യുകയും ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അവർക്കൊരു ക്യാമ്പയിൻ, അതൊരു നരേറ്റീവായി ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഒരു സംഘടന എന്നതിൽ കഴിഞ്ഞില്ല. 3, അവിടെ നമ്മൾ കാണുന്നത് പോലെയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പല സ്ഥലങ്ങളിലും ഫ്രണ്ട്ലി ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ RJDയും കോൺഗ്രസും കൂടെ മത്സരിച്ചിരുന്നു.